പോലീസുകാരൻ്റെ പ്രേതാനുഭവം. സജീവേ, ഇന്നിനി വയ്യ, മടുത്തു ഈ ഇലക്ഷൻ ഡ്യൂട്ടി. ജീപ്പിൽ നിന്ന് ഇറങ്ങവേ പ്രഭാകരൻ സജീവിനെ നോക്കി പറഞ്ഞു. എന്നാലും ചേട്ടാ, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക്? നിങ്ങളുള്ളതൊരു കമ്പനിയായിരുന്നു. രാത്രിയിൽ റൗണ്ട്സ് പോകുന്നതൊക്കെ ഒരു രസമല്ലേ? ഒറ്റത്തടി ആയതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ. ഒരു കുടുംബമൊക്കെ ആകണം, അപ്പോൾ അറിയാം. പിന്നെ എല്ലാം അവളുടെ നിയന്ത്രണമായിക്കോളും. ഒരു ദീർഘനിശ്വാസത്തോടെ പ്രഭാകരൻ പറഞ്ഞു നിർത്തി. ഓ ശരി ഏമാനെ, SI സാറിനോട് വിളിച്ചു പറഞ്ഞേക്കണേ. ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് നാളെ എനിക്കായിരിക്കും മൂപ്പര് തരിക. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. സജീവ് ജീപ്പുമായി ഇടവഴി താണ്ടവേ പ്രഭാകരൻ വീട്ടിലേക്ക് തിരിഞ്ഞു. അരമണിക്കൂറായി നഗരത്തിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തു ജീപ്പ് നിർത്തിയിട്ട് ആലോചനയോടെ ഡ്രൈവർ സീറ്റിൽ ചാരിക്കിടക്കുമായിരുന്നു സജീവ്. കോൺസ്റ്റബിളായി ജോലിക്ക് കയറിയിട്ട് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ താൻ ജനിച്ചു വളർന്ന അനാഥാലയത്തിൽ പോകാനായി സാധിച്ചിട്ടില്ല. എന്നും വൈകുന്നേരം ഫാദർ ഫിലിപ്പ് വിളിക്കും. ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി കാരണം പതിവ് വിളിയും കണക്കാണ്. കുട്ടികളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. സജീവ് തൻ്റെ വാച്ചിൽ സമയം നോക്കി. പുലർച്ചെ 3 മണിയാകാറായിരുന്നു. പെട്ടെന്ന് വയർലെസ്സിൽ നിന്നും മുഴങ്ങിയ ശബ്ദമാണ് സജീവിനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ഹൗസ് നമ്പർ 47 പഴയ കോളനി കൺട്രോൾ റൂമിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് വിളിച്ചിട്ടുണ്ട്. എന്താണെന്ന് ആ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും കോൺസ്റ്റബിൾ പോയി നോക്കണം. ആ ഭാഗത്തെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? മുറിഞ്ഞുള്ള വാക്കുകൾ വയർലെസ് സന്ദേശം ലഭിച്ചതും സജീവ് ഉടനെ അറ്റൻഡ് ചെയ്തു. PC 346 സജീവ് റിപ്പോർട്ടിംഗ് സാർ. ഞാൻ പഴയ കോളനിക്ക് അടുത്തുള്ള ഹൈവേയിലാണ്. ഞാനിപ്പോൾ പുറപ്പെടാം. അപ്പുറത്തു നിന്നും തിരിച്ചു മറുപടിയൊന്നും വന്നില്ല. വയർലെസ് തട്ടിക്കൊണ്ടുള്ള തൻ്റെ വാക്കുകൾ സജീവ് വീണ്ടും ആവർത്തിച്ചെങ്കിലും മറുപടി വന്നില്ല. വയർലെസ് ജീപ്പിൻ്റെ ഒരു ഭാഗത്തു മാറ്റിവെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൻ അവിടെ നിന്നും ഉടൻ തന്നെ തിരിച്ചു. പഴയ കോളനിയിലേക്കുള്ള പാത ടാറിട്ടതായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം ഒന്നും തന്നെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. 1-2 വീടുകളുടെ മുറ്റത്തായി മങ്ങിയ വെളിച്ചം കാണുന്നുണ്ട്. ഒരു വീട്ടിൻ്റെ മതിലിൽ ഹൗസ് നമ്പർ 47 എന്ന് എഴുതിയത് കണ്ട സജീവ് ആ വീട്ടിൻ്റെ ഗേറ്റിന് സമീപത്തായി വണ്ടി നിർത്തി. പഴയൊരു 2 നില വീടായിരുന്നു അത്. ഇരുട്ടായതുകൊണ്ട് തന്നെ വീടിൻ്റെ ചുറ്റുപാടും ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഗേറ്റ് പകുതി തുറന്നു കിടപ്പുണ്ടായിരുന്നു. സജീവ് പതിയെ ജീപ്പിൽ നിന്നിറങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു മുരൾച്ച കേട്ടതും സജീവ് തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ നിന്നും ഏതോ ഒരു തെരുവുനായ തന്നെ നോക്കി മുരളുന്നതാണെന്ന് സജീവിന് മനസ്സിലായതും കയ്യിലിരുന്ന ടോർച്ച് വെട്ടം ആ വശങ്ങളിലേക്കായി അടിച്ചു നോക്കി. വലിയൊരു കറുത്ത നായ അവനെ നോക്കി മുരളുന്നു. അത് തൻ്റെ നേരെ ചാടി ആക്രമിക്കുമോ എന്ന് സജീവ് ഒരു നിമിഷം ഭയന്നു. എന്നാൽ റോഡിൻ്റെ അപ്പുറത്തു നിന്ന് മുരളുന്നതല്ലാതെ അത് മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. തനിക്ക് നേരെ ആക്രമണമൊന്നും ഉണ്ടാകില്ലെന്നുള്ളൊരു ആശ്വാസത്തിൽ സജീവ് പതിയെ ഗേറ്റ് തുറന്നു. അപ്പോഴാ നായ നിന്നടുത്തു നിന്നും കുരച്ചുകൊണ്ട് 2 ചാട്ടം ചാടി. സജീവ് ഞെട്ടിയെങ്കിലും അത് മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ട് നെടുവീർപ്പിട്ടു. നായ സജീവിനെയും ഗേറ്റിൻ്റെ ഉള്ളിലൂടെ ആ വീട്ടിലേക്കും നോക്കി കുരയ്ക്കുന്നുണ്ടായിരുന്നു. സജീവ് പതിയെ ആ ഗേറ്റ് കടന്ന് മുറ്റത്തുകൂടി നടന്നു. എന്തിനായിരിക്കും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്നും കോൾ വന്നത്? സജീവ് ആലോചിച്ചു. വല്ല കള്ളനും കയറിയതായിരിക്കുമോ? എങ്കിൽ നാട്ടുകാരിവിടെ ഒത്തുകൂടേണ്ടതല്ലേ? മനുഷ്യ കുഞ്ഞുങ്ങൾ പോയിട്ട് സമീപത്ത് വീടുകൾ പോലുമില്ലെന്ന് സജീവ് മനസ്സിലാക്കി. ഹലോ, പോലീസാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? മുറ്റത്ത് നിന്നും ഡോറിന് നേരെ നോക്കിക്കൊണ്ട് സജീവ് ചോദിച്ചു. എന്നാൽ അകത്തു നിന്നും ഒരു മറുപടിയും വന്നില്ല. അകത്താരോ തൻ്റെ സഹായം പ്രതീക്ഷിച്ച് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയായിരിക്കുമോ? ഉടനെ തന്നെ സജീവ് ഡോറിൻ്റെ കതയിൽ തട്ടി വീണ്ടും വിളിക്കാൻ തുടങ്ങി. മറുപടിയൊന്നും കേൾക്കാതായപ്പോൾ സജീവ് പതിയെ ആ വാതിലിലൊന്ന് തള്ളി നോക്കി. ചെറിയ ശബ്ദത്തോടെ വാതിൽ പതിയെ തുറന്നു. വീടിനകത്തൊക്കെ നിശബ്ദത തളം കെട്ടി കിടക്കുകയാണ്. സജീവ് ടോർച്ച് ഉള്ളിലേക്ക് അടിച്ചു നോക്കി. ലിവിംഗ് റൂം ആകെ അലങ്കോലമായി കിടക്കുന്നു. പൊട്ടിയ ചായക്കപ്പിൻ്റെ കഷ്ണങ്ങൾ ടീപ്പോയ്ക്ക് താഴെ പൊടി പിടിച്ച് കിടക്കുന്നുമുണ്ട്. ആളുകളാരും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതിൻ്റെ ഒരു ലക്ഷണവും ആ വീടിനുള്ളിൽ കാണുന്നുണ്ടായിരുന്നില്ല. സജീവ് ഇരുട്ടത്ത് സ്വിച്ച് തപ്പി ലൈറ്റ് ഇടാനായി ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ സ്വിച്ച് പ്രവർത്തനരഹിതമായിരുന്നു. സജീവ് വീണ്ടും ടോർച്ചടിച്ച് ഉള്ളിലേക്ക് നോക്കി. ഹലോ, ആരെങ്കിലും ഉണ്ടോ? വീണ്ടും വിളിച്ചു ചോദിച്ചുകൊണ്ട് സജീവ് ഉള്ളിലേക്ക് നടക്കവേ ലിവിംഗ് റൂമിനോട് ചേർന്ന് കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അടുത്തേക്ക് സജീവ് നിന്നു. അകത്തേക്ക് വെട്ടമടിച്ചു നോക്കിയപ്പോൾ ആ റൂമും അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ബെഡ്റൂം ശ്രദ്ധിച്ചു നോക്കവെയാണ് സജീവ് അത് കണ്ടത്. ബെഡ്റൂമിൻ്റെ ഭിത്തിയിൽ രക്തക്കറ വലിയ രീതിയിൽ തെറിച്ചു കിടക്കുന്നു. സജീവ് ഞെട്ടൽ കലർന്ന ആകാംക്ഷയോടെ ബെഡ്റൂമിനകത്തേക്കൊന്ന് കയറി. രക്തക്കറ പരിശോധിച്ചപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല. ഇത് ഈ അടുത്ത സമയത്തെപ്പോഴോ ഉണ്ടായതാണെന്ന് അവന് മനസ്സിലായി.
ആർക്കോ എന്തോ ഈ മുറിയിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? പോലീസാണ്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സജീവ് തൻ്റെ കയ്യിലായി ഷോക്ക് നൽകുന്ന ലാത്തിയും എടുത്ത് തയ്യാറായി നിന്നു. ഈ വീട്ടിൽ ഇരുട്ടിൻ്റെ മറവിലായി ഒരു അക്രമകാരി മറഞ്ഞു നിൽപ്പുണ്ടെന്ന് അവന് തോന്നി. പെട്ടെന്ന് വീട്ടിൻ്റെ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്തോ വലിച്ചു നീക്കിക്കൊണ്ട് പോകുന്നത് പോലെയുള്ളൊരു ശബ്ദം. സജീവ് പതിയെ സ്റ്റെയർകേസ് വഴി മുകളിലേക്ക് നടന്നു. മുകളിൽ ഇരുട്ട് നിറഞ്ഞ ഒരു പാസേജിലേക്കുള്ള സ്റ്റെയർ ആയിരുന്നു അത്. അവിടെയായി ഒരു മുറിയിൽ നിന്നും മങ്ങിയ വെളിച്ചം പുറത്തേക്ക് വരുന്നതായി കാണാമായിരുന്നു. ആ റൂമിൻ്റെ വാതിൽ ചെറുതായി തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ നിന്നും ആരോ തേങ്ങിക്കരയുന്നത് സജീവ് കേട്ടതും എന്തോ ഒരു ഭയം തന്നെ വന്നു മൂടുന്നത് സജീവ് അറിഞ്ഞു. അവൻ മിടയിറക്കിക്കൊണ്ട് ആ ഡോറിൻ്റെ വാതിൽ മുഴുവനായി തുറന്നു. പക്ഷേ ആ മുറിയിൽ ആരുമില്ലായിരുന്നു. നിലത്തായി ഒരു മെത്ത മാത്രം കിടപ്പുണ്ട്. ആ മെത്തയിൽ നിറയെ രക്തം തളം കെട്ടിക്കിടക്കുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ നടന്നു വരുന്നത് പോലെ തോന്നിയ സജീവ് ഉടൻ തിരിഞ്ഞു നോക്കി. അവൻ കയറി വന്ന സ്റ്റേഴ്സിൻ്റെ ഭാഗത്തായി 4-5 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നു. കാൽമുട്ട് വരെ നീണ്ട വെളുത്തുമങ്ങിയ നൈറ്റി പോലുള്ളൊരു വസ്ത്രം, അതായിരുന്നു ആ പെൺകുട്ടിയുടെ വേഷം. ചുരുണ്ട മുടി അലസമായി മുഖത്തേക്ക് കിടക്കുന്നു. മുഖം കുനിച്ചാണ് അവൾ നിൽക്കുന്നത്. എവിടെ നിന്നോ കിട്ടിയൊരു ധൈര്യത്തിൽ സജീവ് ശാന്തമായി ചോദിച്ചു, ആരാ നീ? അവിടെ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. നിനക്കെന്തെങ്കിലും സഹായം വേണോ? ആ പെൺകുട്ടി പതിയെ തലയുയർത്തി സജീവിനെ നോക്കി. ഇരുട്ടായതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല. അവൾ തൻ്റെ വലതുകൈ സജീവിന് നേരെ ചൂണ്ടി. അവൻ ഇവിടെ തന്നെയുണ്ട്. ആ പെൺകുട്ടിയുടെ ശബ്ദം ഒരു ചെറിയ പെൺകുട്ടിയുടേതുപോലെ മധുരമുള്ളതായിരുന്നില്ല. തൊണ്ട അടഞ്ഞ പോലുള്ളൊരു ശബ്ദം. ആര്? സജീവ് ചോദിച്ചു. നിങ്ങളുടെ പിന്നിൽ. അവളുടെ വലതേ കൈ അപ്പോഴും സജീവിന് നേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഉടനെ പേടിയോടെ തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല. ആശ്വാസവും സംശയവും കലർന്ന ഭാവത്തിൽ സജീവ് തിരിഞ്ഞതും ആ കുട്ടി നിന്ന ഭാഗത്തും ആരുമില്ലായിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ സജീവ് ഒരു നിമിഷം പകച്ചു. പെട്ടെന്ന് എല്ലാ ഡോറുകളും ഒരുമിച്ചടയാനും തുറക്കാനും തുടങ്ങി. വീട് ആകെ മൊത്തം കുലുങ്ങുന്നത് പോലെ. സജീവ് ഉടനെ തന്നെ ഇറങ്ങിയോടി. എന്നാൽ സ്റ്റേഴ്സ് ഇറങ്ങി ചെല്ലുമ്പോൾ വീണ്ടും ആ 2ാം നിലയിലേക്കുള്ള പാസേജിലാണ് അവൻ എത്തിച്ചേരുന്നത്. പെട്ടെന്ന് അവൻ്റെ വയർലെസ് ശബ്ദിക്കാൻ തുടങ്ങി. അവൻ വയർലെസ് കയ്യിലെടുത്തു. കരകരപ്പായുള്ള ശബ്ദമല്ലാതെ ഒന്നും തന്നെ അപ്പുറത്തു നിന്നും കേൾക്കുന്നില്ലായിരുന്നു. PC 346 സജീവാണ്. ഞാനിവിടെ പഴയ കോളനി ഭാഗത്തുള്ള ഹൗസ് നമ്പർ 47 ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ദയവായി ബാക്കപ്പിനായി ആളെ അയക്കുമോ? എന്നാൽ അപ്പുറത്തു നിന്നും ഒരു മനുഷ്യൻ തൻ്റെ ശ്വാസം വലിച്ചെടുക്കുന്ന ശബ്ദമാണ് സജീവിന് കേൾക്കാൻ സാധിച്ചത്. പെട്ടെന്ന് വാതിലുകൾ അടയുന്നതിൻ്റെ ശബ്ദം നിന്നു. വീടിൻ്റെ കുലുക്കം നിന്നു. സജീവ് അപ്പോഴും ആ സ്റ്റേഴ്സിൻ്റെ മുകളിൽ തന്നെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് താൻ പരിശോധിച്ച റൂമിൻ്റെ വാതിൽ തുറന്നൊരു മനുഷ്യൻ ഇറങ്ങി വരുന്നത് സജീവ് കണ്ടു. അയാളുടെ കയ്യിൽ ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. അതോടെ ചലിക്കാൻ പോലും ആകാതെ സജീവ് വിറങ്ങലടിച്ച് നിന്നുപോയി. ആ മനുഷ്യൻ സജീവിനെ കാണാത്തതുപോലെ അവിടെ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് നടന്നു. അയാളുടെ മറുകൈയിൽ എന്തോ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. അതൊരു സ്ത്രീയുടെ ശവശരീരമായിരുന്നു. ആ സ്ത്രീയുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. അയാൾ അത് വലിച്ച് മറ്റൊരു മുറിക്കുള്ളിൽ കയറിയതും വാതിലടഞ്ഞു. മുമ്പിൽ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആ അടഞ്ഞ മുറിയുടെ അടുത്തേക്ക് സജീവ് നടന്നു. അവിടെ തറയിൽ നിറയെ രക്തം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. മുറി തുറന്നു കയറിയ സജീവ് കണ്ടത് തൂങ്ങിയാടുന്ന ഒരു അഴുകിയ ശവമാണ്. അതിൻ്റെ മനം പുരട്ടുന്ന വാട അവൻ്റെ മൂക്കിൽ തളച്ചു കയറി. അവൻ പിന്നോട്ട് നാഞ്ഞ് വീണ്ടും ആ മുറിയിലേക്ക് ടോർച്ച് തെളിയിച്ചപ്പോൾ ആ മുറി ശൂന്യമായിരുന്നു. അതോടെ സജീവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ ഇത്തവണ സ്റ്റേഴ്സ് ഇറങ്ങി താഴെ നിലയിലെത്താൻ അവന് സാധിച്ചു. പക്ഷേ സ്റ്റേഴ്സ് ഇറങ്ങി താഴെ എത്തിയതും എന്തിലോ ചവിട്ടി അവൻ താഴെ വീണു. കയ്യിൽ നിന്നു പോയ ടോർച്ച് പരതിയെടുത്തവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അതാ പെൺകുട്ടിയായിരുന്നു. സജീവ് വേച്ചു എഴുന്നേറ്റ് നിന്നു. ആ പെൺകുട്ടിക്ക് ജീവനുള്ളതായി തോന്നുന്നില്ല. അവളുടെ ശരീരത്തിൽ വെട്ടിയ പാടുകൾ. വീണ്ടും അത് നോക്കി നിൽക്കാനുള്ള ത്രാണി സജീവിനുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ ഡോറിന് നേരെ തിരിഞ്ഞു. ആ ഡോർ അടച്ചിരിക്കുകയായിരുന്നു. ഇതാരാ അടച്ചേ? സംഭ്രമത്തോടെ വാതിൽ വലിച്ചു തുറക്കാനായി ഒരു ശ്രമം നടത്തിയെങ്കിലും ആ വാതിൽ താക്കോൽ ഉപയോഗിച്ച് പൂട്ടിയ സ്ഥിതിയിലായിരുന്നു. അത് മനസ്സിലാക്കിയ സജീവ് എന്ത് ചെയ്യണമെന്നറിയാതെ വിളറി വെളുത്തു നിന്നുപോയി. പുറത്തേക്ക് കടക്കാനായി മറ്റൊരു വാതിൽ തപ്പി അവൻ വീടിൻ്റെ പിൻഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ ആ പെൺകുട്ടിയുടെ ശവശരീരം കടന്നു വേണമായിരുന്നു അവന് പോകാൻ. ഓടുന്നതിനിടയ്ക്ക് അവൻ്റെ കാലിൽ ഒരു കൈ വന്നു പിടിച്ചു. അവനെ നിലത്തേക്ക് വലിച്ചിട്ടു.
അതാ ചെറിയ പെൺകുട്ടിയായിരുന്നു. ഞങ്ങളെ രക്ഷിക്കണം. മുഖം വ്യക്തമല്ലെങ്കിലും അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നത് അവൻ കൃത്യമായി കേട്ടു. എങ്കിലും വീടിൻ്റെ പിൻഭാഗത്തായിട്ടുള്ള അടുക്കള ഭാഗത്തേക്ക് അവൻ ഓടി. അതിൻ്റെ വാതിൽ അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു. കുറ്റി അഴിക്കാനായി കൈകൾ ഉയർത്തവേ സജീവിൻ്റെ തൊട്ടുപിന്നിൽ നിന്നും ആരോ ഉച്ചത്തിൽ ശ്വാസമെടുക്കുന്നത് അവന് കേൾക്കാൻ സാധിച്ചു. ആരോ തൻ്റെ പിന്നിലുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു. അതിനാൽ തന്നെ പിന്തിരിഞ്ഞു നോക്കാൻ അവന് ഭയം തോന്നി. തൻ്റെ സൈഡിലായി കാണുന്ന അടുക്കളയുടെ ജനാലയുടെ ഭാഗത്ത് ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ അവൻ്റെ തോന്നൽ ശരിയാണെന്ന് അവൻ ഉറപ്പിച്ചു. ടോർച്ചിൻ്റെ മങ്ങിയ വെട്ടത്തിൽ ഒരു നിഴൽ അവൻ്റെ പിന്നിൽ അവനോട് ചേർന്ന് നിൽക്കുന്നത് അവന് വ്യക്തമായി കാണാമായിരുന്നു. കൂടാതെ ആ രൂപത്തിൻ്റെ കയ്യിലായി ചോരവണ്ണം മാറാത്ത ഒരു വെട്ടുകത്തി ഉണ്ടെന്ന് അവന് തോന്നി. എന്തും സംഭവിക്കാം. അവൻ കണ്ണുകൾ അടച്ചു. ഓർമ്മയിൽ താൻ വളർന്ന അനാഥ മന്ദിരവും തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ തിരുരൂപവും അവൻ്റെ മനസ്സിൽ കടന്നു വന്നു. അച്ഛനെയും അമ്മയും ആരെന്നറിയാതെ ചെറുപ്പം മുതൽ അമ്മയായി താൻ കാണുന്നത് മാതാവിനെയാണ്. സജീവ് തൻ്റെ പോലീസ് യൂണിഫോമിൻ്റെ ഉള്ളിൽ കിടന്ന കൊന്തയിലേക്ക് അറിയാതെ കൈവച്ചുപോയി. ഇത്രയും നേരം ഇങ്ങനെയൊരു സുരക്ഷിതത്വം തൻ്റെ ശരീരത്തിലുണ്ടായിരുന്നുവെന്ന് സജീവ് മറന്നുപോയിരുന്നു. ആ ആശ്വാസത്തിൽ അവൻ ആ ഡോറ് തുറന്നു. വീടിൻ്റെ പിൻഭാഗത്തേക്കിറങ്ങിയ അവൻ വീടിൻ്റെ മുൻഭാഗം ലക്ഷ്യമാക്കി ഓടി. തിരിഞ്ഞു നോക്കാൻ പോലും അവന് ഭയമായിരുന്നു. എങ്ങനെയോ ഗേറ്റിൻ്റെ സമീപത്ത് എത്തിയപ്പോഴാണ് ഗേറ്റ് ചങ്ങലകൾ കൊണ്ട് മുറുകി പൂട്ടി കെട്ടിയിരിക്കുന്നത് അവൻ കണ്ടത്. ഈ അടുത്ത കാലത്തെങ്ങും അത് തുറന്നതായി കണ്ട ഒരു ലക്ഷണവും ഇല്ല. ഗേറ്റിൻ്റെ വെളിയിൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡായി ആ കറുത്ത നായ അപ്പോഴും കിടപ്പുണ്ടായിരുന്നു. ഇത്തവണ അതിനെ കണ്ടപ്പോൾ സജീവിന് ഭയമല്ല, ആശ്വാസമാണ് തോന്നിയത്. സജീവിനെ കണ്ടതും അത് ചാടി എഴുന്നേറ്റു. ഇത്തവണ ആ നായ കുരയ്ക്കാതെ സജീവിനെ നോക്കി ചെറിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി. എങ്ങനെയോ ആ ഗേറ്റ് ചാടിക്കിടന്ന് സജീവ് റോഡിലെത്തി. ജീപ്പിന് സമീപം എത്തിയപ്പോഴാണ് അവൻ്റെ ശ്വാസം നേരെ വീണത്. ഉടൻ തന്നെ വണ്ടിയിലേക്ക് കയറി സ്റ്റാർട്ടാക്കി നല്ല സ്പീഡിൽ അവിടെ നിന്നും യാത്ര തിരിച്ചു. നിർത്താതെയുള്ള അലാറം കേട്ടാണ് സജീവ് എഴുന്നേറ്റത്. അലാറം ഓഫ് ചെയ്തവൻ വീണ്ടും കട്ടിൽ തന്നെ ചടഞ്ഞുകൂടി. ശരീരമൊത്താകെ ചൂട് കയറിയിരിക്കുന്നു. പനിയുടെ തുടക്കം. ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? താൻ കണ്ട കാഴ്ചകളുടെ അർത്ഥമെന്ത്? ഇനിയെല്ലാം തൻ്റെ സ്വപ്നം മാത്രമാണോ? അതൊരിക്കലും സ്വപ്നമല്ല. എല്ലാം താൻ അനുഭവിച്ച യാഥാർത്ഥ്യം തന്നെ. വെളുപ്പാങ്കാലത്ത് വീട്ടിൽ വന്ന് കിടന്നത് വരെ തനിക്ക് ഓർമ്മയുണ്ട്. നെടുവീർപ്പോടെ അവൻ മാറിക്കിടന്നിരുന്ന പുതപ്പെടുത്ത് ശരീരമാസകലം പുതച്ചു മൂടി. എന്തായാലും പ്രഭാകരൻ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. ആ ചിന്തയിൽ അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ പ്രഭാകരൻ്റെ 4-5 മിസ് കോളുകളും എസ്ഐയുടെ 2 മിസ് കോളുകളും കിടക്കുന്നു. ഡ്യൂട്ടി സമയം കഴിഞ്ഞെങ്കിലും ഇവരെന്തിനായിരിക്കും തന്നെ വിളിച്ചതെന്നുള്ള സംശയമുണ്ടായ സജീവ് പ്രഭാകരൻ എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുകയായിരുന്നു. എടാ, നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു? കോൾ അറ്റൻഡ് ചെയ്തതും അപ്പുറത്തുനിന്ന് പ്രഭാകരൻ ശബ്ദമുയർത്തുന്നു. ഞാൻ വീട്ടിലുണ്ട് ചേട്ടാ. ഉറക്കമായിരുന്നു ഇത്രയും നേരം. പനിയടിച്ചോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തു പറ്റി? സജീവ് അല്പം വ്യാകുലതയോടെ ചോദിച്ചതും. നീ ഇന്ന് പുലർച്ചയ്ക്ക് കൺട്രോൾ റൂമിലേക്ക് 2 തവണ വയർലെസ് സന്ദേശം അയച്ചിട്ടുണ്ടെന്ന് SI പറഞ്ഞു. എന്നാൽ നീ എന്താ അയച്ചതെന്ന് ക്ലിയറല്ല. നിനക്ക് അയാളുടെ സ്വഭാവം അറിയാലോ. അനാവശ്യമായ വയർലെസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മുഷിച്ചിലോടെ പ്രഭാകരൻ പറഞ്ഞു. അപ്പോൾ താൻ സംസാരിച്ചതൊന്നും കൺട്രോൾ റൂമിൽ റിസീവ് ചെയ്തിട്ടില്ലെന്നുള്ള വസ്തുത സജീവ് സംശയത്തോടെ മനസ്സിലാക്കി. തലേന്ന് രാത്രി തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ രക്തചുരുക്കത്തിൽ സജീവ് പ്രഭാകരനോടായി പറഞ്ഞു. അത് പിന്നെ ചേട്ടാ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും തൻ്റെ അടുത്ത സുഹൃത്തും സഹോദരന് തുല്യമായ പ്രഭാകരൻ തന്നെ വിശ്വസിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. എന്നിട്ട് നീ ഇപ്പോൾ ഓക്കെ ആണോ? ഗൗരവത്തോടു കൂടി പ്രഭാകരൻ ചോദിച്ചതും ഞാൻ ഓക്കെയാണ് ചേട്ടാ. എന്നാലും നീ എന്തായി കാണിച്ചേ? ഒറ്റയ്ക്ക് എന്തിനാ പോയത്? ഞാൻ അറിഞ്ഞു ഇത്രയും വലിയ പ്രശ്നമുണ്ടാകുമെന്ന്. ആർക്കോ സഹായം വേണമെന്ന് കരുതി ഓടിച്ചെന്നതാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കപ്പോൾ ആ വീടിനെ പറ്റി അറിയില്ലായിരുന്നല്ലേ? ഇല്ല. എന്തറിയാനാണ്? ഇതൊന്നു വലിയ വാർത്തയായതല്ലേ. കീരാശ്ശേരി ഇരട്ടക്കൊലപാതകം. 5 വർഷം മുമ്പ് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നത്. പ്രഭാകരൻ അത് പറഞ്ഞതും മുൻപ് പത്രത്തിൽ ആ വാർത്ത വായിച്ച ഓർമ്മ സജീവിനുണ്ടായി. ഇപ്പോഴത്തെ IG ഷാജി സാറായിരുന്നു അന്ന് അന്വേഷിച്ചിരുന്നത്. ഞാനും ആ സാറിൻ്റെ ടീമിലുണ്ടായിരുന്നു. എൻ്റെ പൊന്നു സജീവെ, കണ്ണിച്ചോരുള്ളവർക്ക് കണ്ടു നിൽക്കാൻ പറ്റിയ കാഴ്ചയല്ലായിരുന്നു അന്ന് ആ വീടിനുള്ളിൽ കണ്ടത്. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പ്രഭാകരൻ വീണ്ടും തുടർന്നു. അവിടുത്തെ ചെറിയ മോള് സ്റ്റേഴ്സിൻ്റെ താഴെയായിരുന്നു മരിച്ചു കിടന്നിരുന്നത്. സജീവിൻ്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി.
ഇന്നലത്തെ അനുഭവങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും വീടിനുള്ളിലെ സംഭവങ്ങൾ പൂർണ്ണമായി അവൻ പറഞ്ഞിരുന്നില്ല. ശബ്ദം കേട്ടുവെന്നും ഇരുട്ടിൽ രൂപങ്ങൾ കണ്ടുവെന്നും മാത്രമേ അവൻ പറഞ്ഞിട്ടിരുന്നുള്ളൂ. പല പല ചിന്തകൾ ഒരുപോലെ ഉണ്ടായതും ഉമിനീരിറക്കാൻ പോലുമാകാതെ സജീവിരുന്നു. ചേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. പതർച്ചയോടെ എന്തൊക്കെയോ പറഞ്ഞവൻ ആ കോൾ അവസാനിപ്പിച്ചു. കുറച്ച് സമയമെടുത്തു അവനൊന്ന് നോർമലാകാൻ. ആശ്വാസത്തിന് വേണ്ടി ബൈബിൾ എടുത്ത് കുറച്ചുനേരം പ്രാർത്ഥിച്ച സജീവ് ഓക്കെ ആയെന്ന് തോന്നിയതും കീരാശ്ശേരി ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അറിയാനായി ഫോണിൽ തിരഞ്ഞു. അച്ഛനും അമ്മയും 5 വയസ്സുകാരി ക്രിസ്റ്റൽ എന്ന കൊച്ചു പെൺകുട്ടിയുമടങ്ങിയ കുടുംബത്തിൻ്റെ ദുർവിധി കേരളക്കര ഒന്നാകെ ഞെട്ടിച്ചതായിരുന്നു. അച്ഛനെന്ന് പറയുന്ന ടിജോ എന്ന വ്യക്തി തൻ്റെ ഭാര്യയെയും മക്കളെയും വെട്ടിക്കൊന്ന ശേഷം തൂങ്ങി മരിച്ചു. ഭാര്യയുമായി വഴക്കുണ്ടാക്കി ആ വഴക്ക് കൊലപാതകത്തിൽ കലാശിച്ചു. വീടിൻ്റെ താഴെ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളെ ഉറക്കത്തിൽ തന്നെ വെട്ടി. എന്നാൽ അതത്ര ഉറച്ചതായിരുന്നില്ല. കുട്ടി ഉറക്കത്തിൽ നിന്നും എണീറ്റോടി സ്റ്റേഴ്സ് കയറിയെങ്കിലും പിന്നാലെ ഓടിച്ചെന്ന ടിജോ കുട്ടിയെ വലിച്ചു സ്റ്റേഴ്സിൻ്റെ താഴെ ഇട്ടു. രക്തം വാർന്നൊഴുകിയാണ് ആ കുട്ടി മരിച്ചത്. ശേഷം അയാൾ തൂങ്ങി മരിച്ചു. മരണം പുറത്തറിയാൻ ദിവസങ്ങളെടുത്തു. സമീപവാസികൾ ദുർഗന്ധം വമിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് പുറംലോകം ഈ നടുക്കം സംഭവം അറിയുന്നത്. ടിജോ മയക്കുമരുന്നിനടിമയായിരുന്നുവെന്നും അയാൾക്ക് ഭ്രാന്തായിരുന്നുവെന്നും ഇതെല്ലാം അയാളുടെ സാത്തൻ സേവയുടെ ഭാഗമാണെന്നുമുള്ള പല കഥകൾ ആ സമയത്തുമുണ്ടായിരുന്നു. എന്നാൽ ശരിക്കുള്ള കാരണം എന്താണെന്നുള്ളതിന് വ്യക്തതയില്ല. സജീവിൻ്റെ ശ്വാസം നിന്നു. അന്ന് നടന്ന സംഭവങ്ങളല്ലേ താൻ ഇന്നലെ നേരിട്ട് കണ്ടത്? യൂട്യൂബ് വീഡിയോയുടെ ഇടയിൽ അവരുടെ ഒരു ശവസംസ്കാര വീഡിയോയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് സജീവ് ശ്രദ്ധിച്ചത്, ആ ചെറിയ പെൺകുട്ടിയുടെ ശവപ്പെട്ടിക്കരികിൽ ഒരു ചെറിയ പട്ടിക്കുട്ടി അത് വിഷമത്തോടെ ആ പെട്ടിയെ മണപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഇന്നലെ ആ വീടിന് സമീപം കണ്ട ആ കറുത്ത പട്ടിയെ പോലെ തന്നെയുണ്ട്. ഇനിയിതാ പെൺകുട്ടിയുടെ പട്ടിക്കുട്ടിയായിരിക്കുമോ? സജീവ് ഉടനെ തന്നെ പ്രഭാകരനെ വിളിച്ചു. ചേട്ടാ, ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണേ. കീരാശ്ശേരി ഇരട്ടക്കൊലപാതകത്തിൽ മരണപ്പെട്ട ആ ചെറിയ പെൺകുട്ടിക്ക് ഒരു വളർത്തുനായ ഉണ്ടായിരുന്നോ? മറുഭാഗത്ത് കോൾ എടുത്തതും സജീവ് ചോദിച്ചു. ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ അതെ, ഉണ്ടായിരുന്നു. ആ കൊച്ചു പൊന്നുപോലെ കൊണ്ടു നടന്നത് അതിനെ. അതിൻ്റെ മരണശേഷം പലരും ഏറ്റെടുക്കാൻ നോക്കിയെങ്കിലും ആ പട്ടിക്കുട്ടി ആ വീട് വിട്ട് എങ്ങും പോകാൻ തയ്യാറായില്ല. ആ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ഇപ്പോൾ ജീവനോടെ കാണുമോ ആവോ? പ്രഭാകരൻ പറഞ്ഞു നിർത്തിയതും സജീവ് ഒന്ന് ദീർഘശ്വാസം എടുത്തു മൂളി. അല്ല, നീ അത് ഇതുവരെ വിട്ടില്ലേ? വെറുതെ വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കണ്ട കേട്ടോ. ഒന്നാമതേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തരുന്ന പണികൾ തീരുന്നില്ല. ഞാൻ വെറുതെ ചോദിച്ചതാ. കോൾ അവസാനിപ്പിച്ചിട്ട് സജീവ് വീണ്ടും ആലോചനയിലാണ്ടു. പറയത്തക്ക ബന്ധുക്കളോ കൂട്ടുകാരോ ഒന്നുമില്ലാതിരുന്ന ഒരു കുടുംബം, ജീവിച്ചു കൊതി തീരാതെ മരിക്കേണ്ടി വന്ന ആ ചെറിയ പെൺകുട്ടി, അവരുടെ ആത്മാക്കൾ ശാന്തി കിട്ടാതെ അലയുകയായിരിക്കുമോ? എങ്കിലും തന്നെ എന്തിനാണ് അവർ ആ വീട്ടിലേക്ക് വിളിപ്പിച്ചത്? ആ കാഴ്ചകൾ കാണിപ്പിച്ചത്? അവരെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്? അവൻ അപ്പോൾ തന്നെ ഫിലിപ്പച്ചനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്തതിനാൽ കാര്യമായ പ്രാർത്ഥനകളോ വേണ്ട രീതിയിലുള്ള ചടങ്ങുകളോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഫിലിപ്പച്ചൻ അഭിപ്രായം പറഞ്ഞു. എന്തായാലും അവരെ അടക്കിയ പള്ളിയുമായി ബന്ധപ്പെട്ട് താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തോളാമെന്ന് ഫിലിപ്പച്ചൻ സജീവിന് ഉറപ്പു നൽകി. കൂട്ടത്തിൽ ആ വീടൊന്ന് വെഞ്ചരിക്കണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. ശാന്തി കിട്ടാത്ത ആത്മാക്കൾ നമ്മളുമായി സംസാരിക്കാൻ ശ്രമിക്കും. നമ്മളത് കേൾക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചും കൊടുക്കുക. കോൾ അവസാനിക്കും മുൻപ് ഫിലിപ്പച്ചൻ പറഞ്ഞത് അതായിരുന്നു. അവൻ ഉടനെ തന്നെ തൻ്റെ സ്കൂട്ടർ എടുത്ത് ഇറങ്ങി. ആ സ്കൂട്ടർ ചെന്ന് നിന്നത് ആ വീടിൻ്റെ മുന്നിലായിരുന്നു. ആ പഴയ കോളനി ഹൗസ് നമ്പർ 47. ഗേറ്റിന് മുന്നിൽ നിന്നും അവൻ ആ വീട്ടിനകത്തേക്ക് നോക്കി. പകൽ വെളിച്ചത്തിൽ പോലും ആ വീട് ദുരൂഹത വിളിച്ചോതുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുറകിലായി ചെറിയൊരു ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. അതാ കറുത്ത പട്ടിയായിരുന്നു. അവൻ അതിനടുത്തേക്ക് നടന്നു. നായയുടെ അരികിലേക്കിരുന്നു കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് കഴിക്കാനായി വെച്ചു കൊടുത്തു. ആ പട്ടി ആർത്തിയോടെ വാലാട്ടിക്കൊണ്ട് ബിസ്ക്കറ്റ് മുഴുവനും കഴിച്ചു തീർത്തു. നീ വരുന്നു എൻ്റെ കൂടെ? നിന്റെ ചേച്ചി പറഞ്ഞതാ. അവനെ നായയെ നോക്കി ചോദിച്ചതും അത് മനസ്സിലായതുപോലെ അവനെ നോക്കി വാലാട്ടി. ഉടനെ അതിനെ പതിയെ എടുത്ത് സ്കൂട്ടറിൻ്റെ മുൻഭാഗത്ത് ഇരുത്തി. തിരിച്ചുള്ള യാത്രയിൽ ഒരു സ്ഥലം എത്തിയതും സജീവ് അറിയാതെ തന്നെ വണ്ടി നിർത്തി. ആ സ്ഥലം പെട്ടെന്ന് അവൻ ഓർമ്മ വന്നു. തലേന്ന് രാത്രി ഇവിടെയാണ് താൻ ജീപ്പ് കൊണ്ടിട്ട് വിശ്രമിച്ചത്.
ഇവിടെ വച്ചാണ് തനിക്ക് വയലർ സന്ദേശം ആദ്യമായി ലഭിച്ചത്. പരിസരമാകെ വീക്ഷിച്ചതും റോഡിൻ്റെ ഒരു ഭാഗത്തു കണ്ട കാഴ്ചയിൽ അവൻ പകച്ചു നിന്നു. ഇന്ന് യൂട്യൂബിൽ കണ്ട അതേ സ്ഥലം. അവിടം ഒരു സെമിത്തേരിയായിരുന്നു. ആ ചെറിയ പെൺകുട്ടിയുടെ കുടുംബവും ഉറങ്ങുന്ന പള്ളി സെമിത്തേരി.